ഇപ്പോൾ പുരുഷോത്തമൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ശ്രീ പുരുഷോത്തമൻ, എന്താണ് താങ്കളുടെ ആഗ്രഹം? വയനാടിനെ ഏത് രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് മനസ്സിൽ? സാധനം കൊടുക്കാനൊന്നുമില്ല. കൂലിപ്പണിക്കാരനാണ്. നാളികേരം ഭരിക്കുന്ന പണിയാ, തെങ്ങ് കയറുന്ന പണിയെ. അപ്പൊ നാളത്തെ എന്റെ ഒരു ദിവസത്തെ കൂലി ഞാൻ വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് എവിടെ കൊടുക്കേണ്ടതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ തിരുവമ്പാടി, നമ്മുടെ പോലീസ് സ്റ്റേഷൻ തിരുവമ്പാടിയിലാണ്. അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താലോ, SIയുടെ അടുത്ത് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞ് അവിടെ കൊടുത്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല സാറേ. നമ്മുടെ ഒരു ദിവസത്തെ പണിയുടെ കൂലി ചെറുതോ വലുതോ എന്നതല്ല ചേട്ടൻ. ഈ താങ്കളുടെ വലിയ മനസ്സിന് നന്ദി. അത് നിരവധി ആളുകൾ മാതൃകയാക്കട്ടെ. അങ്ങനെ തന്നെ വലിയൊരു തുക സമാഹരിക്കാൻ കഴിയും. ഒന്നിട്ട് കാര്യങ്ങൾ കൂടി പറയാം. താങ്കൾക്ക് ഒരുപക്ഷെ താങ്കൾ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളാണോ? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, അവിടെ ഡിപ്പോസിറ്റ് ഒന്നുമില്ല സാറേ. അല്ല, അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ബാങ്കിലേക്ക് ചെന്നാൽ തന്നെ അവർ താങ്കളുടെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിക്കൊള്ളും. അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാം. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഉപകാരപ്പെടുക അത്തരം മാർഗങ്ങളാവാം. ആയിക്കോട്ടെ, അങ്ങനെയാണ്. നമുക്ക് എനിക്ക് ഗ്രാമീണ ബാങ്കിലാണ്, കുറഞ്ഞ ഗ്രാമീണ ബാങ്കിലാണ് ഇടപാടൊക്കെ ഉള്ളത്. ശരി. അപ്പൊ അത് അവിടെ പോയാൽ മതി അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മുമ്പും ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല. എന്തായാലും വളരെ വളരെ നല്ല മനസ്സാണ് പുരുഷോത്തമൻ. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഫോൺ കോളുകളിൽ ഏറ്റവും വിലപ്പെട്ടത് താങ്കളുടേതാണ്. കാരണം ഇത്രയും വലിയ മനസ്സിന് ഉടമയായ ഒരാൾ അല്ലേ? അത് എന്താ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം? ഒരു തോന്നൽ കൊടുക്കണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഒരു തെങ്ങ് കയറുന്ന കൂലി 56 വയസ്സായി. അപ്പം വലിയ പണിയൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു 10,200 രൂപ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരാഗ്രഹമുണ്ട്. അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു വിഷമാണല്ലോ. എന്താ അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം പുരുഷോത്തമൻ? തോന്നാൻ സാറേ, നമ്മൾ ഇതുമാതിരി ഇങ്ങനെ വീടില്ലാതെ ജീവിച്ചതായിരുന്നു. ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് കൂടെ നമുക്ക് വീടും കാര്യങ്ങളും ഒക്കെ തന്ന് ഇപ്പൊ നമ്മൾ നനയാത്ത വീട്ടിലൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇതേമാതിരി ഒരു മലയുടെ പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇത് നാളെ നമുക്ക് വന്നുകൂടാ രീതിയിൽ. എവിടെയാ പുരുഷോത്തമന്റെ വീട്? എവിടെയാ? കൂടരഞ്ഞി, കോഴിക്കോട് ജില്ലയിലെ. അവിടെ മലയിടിച്ചിലൊക്കെ ഉണ്ടാവുന്ന സ്ഥലം കൂടിയാണല്ലോ അല്ലെ? മലയിടിച്ചിൽ നമ്മുടെ ഈ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ കുറിഞ്ഞി പഞ്ചായത്തിൽ പല സ്ഥലത്തുണ്ട്. ഇത് മൊത്തം മലമ്പ്രദേശമാണ് സാറേ. മൊത്തം മലമ്പ്രദേശം. ഇവിടെ ഒരുപാട് മലയിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുമാതിരിയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 1-2 ആൾക്കാരൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണല്ലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പം ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. എനിക്ക് 2 പെൺകുട്ടികൾ. അവരെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പം ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. എനിക്ക് തെങ്ങേറ്റാണ് പണി, നാളികേരം വലിക്കുന്ന പണി. അറിയാം. അപ്പൊ എന്റെ ഒരു ദിവസത്തെ, നാളത്തെ ഒരു ദിവസത്തെ പണിക്കൂലി കുറഞ്ഞ ബാങ്കില് കൊണ്ടുപോയി കൊടുക്കാം. ഈ ഭാര്യയുമായി സംസാരിച്ചായിരുന്നോ ഇങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് പണം? ഞാനും ഇന്നലെ മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞത് എവിടെയാ കൊടുക്കുന്നത്, എവിടെയാ കൊണ്ട് കൊടുക്കേണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ അവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് കൊടുക്കാം, മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് അക്കൗണ്ട് നമ്പർ അറിയാം, ബാങ്കുകാർക്ക് അറിയാം, അവരത് ട്രാൻസ്ഫർ ചെയ്തോളൂ, അവര് കൈമാറിക്കോളും. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സാറേ. 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അതിന്റെ നമുക്കറിയില്ലല്ലോ. താങ്കളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വന്ന കോളുകളിൽ ഏറ്റവും മൂല്യമുള്ള കോളാണ് താങ്കളുടേത്. തർക്കമില്ല കാര്യത്തിൽ. ഇത്തരം ചെറു സഹായങ്ങളാണ്, ഇത്തരം കൂട്ടായ്മകളാണ് നമുക്ക് ആവേണ്ടത്, നമുക്ക് കരുത്ത് പകരേണ്ടത്. തീർച്ചയായും താങ്കളുടെ ഒരു ഫോട്ടോ കൂടി ഞങ്ങൾക്കൊന്ന് കൈമാറണം. നമുക്കത് ആവശ്യമാണ്. ജനങ്ങളെ അറിയിക്കണം ഇത്തരം ശ്രമങ്ങൾ. അത് വേണ്ട സാറേ. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് പേര് മഴയൊക്കെ അതിന്റെ പേരിൽ നമ്മുടെ പണി നടക്കൂലായിരുന്നു. തെങ്ങേറ്റം അതിന്റെ പേരിൽ മഴ അതിന്റെ നടക്കൂലായിരുന്നു. അപ്പൊ ഇപ്പൊ 2 ദിവസമായിട്ട് പെയ്ത് കഴിഞ്ഞപ്പോഴാണ് പണിക്ക് ഇറങ്ങിയത്. അപ്പൊ അന്നേരമുള്ള ആഗ്രഹമാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ദിവസത്തെ പണിക്കൂലിയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ. അതെ, കഷ്ടകാലമാണ്. എങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് വയനാട്ടിലുള്ള സാഹചര്യം. അത് മനസ്സിലാക്കുന്നു അല്ലേ? എത്രയോ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കുന്നവരാ. ഇതാണ് മലയാളികൾ. നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും. താങ്കളുടെ മാതൃക പുരുഷോത്തമൻ ചേട്ടൻ, താങ്കൾക്ക് വളരെ നന്ദി. കൂടരഞ്ഞി സ്വദേശിയാണ്.
സർക്കാർ കൊടുത്ത ഒരു പക്ഷേ ചേട്ടന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ കേട്ടോ. ഇതേ നമ്പർ ഓർത്ത് വെച്ചോളൂ, ഒന്ന് എഴുതി വെച്ചോളൂ. വിളിക്കുക, എന്തെങ്കിലും തടസ്സം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. തടസ്സമൊന്നുമില്ല സാറേ. ആ ഒരു ദിവസത്തെ എന്നുള്ള 2 ദിവസത്തെ കൊടുക്കാൻ പറ്റുമെങ്കിലേ ഞാൻ വിളിക്കുകയുള്ളൂ. ഇല്ല, ഒരു ദിവസത്തെ എന്തായാലും നാളെ ഞാൻ കൊടുക്കും. അത് 2 ദിവസത്തെ ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയെങ്കിലും ഞാൻ വിളിച്ചു പറയും. ഓഹോ, ശരി 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 ശരി. എന്തായാലും വളരെ നന്ദി. താങ്കൾ സൃഷ്ടിക്കുന്ന മാതൃകയാണ് എല്ലാവരും ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ വലിയ സഹായങ്ങളല്ല, ഇത്തരം കൈക്കരുത്തുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ശ്രമങ്ങളാണ് നമുക്ക് കരുത്തു പകരുക. കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ കൂടരഞ്ഞി, ഏത് സമയത്തും മലയിടിച്ചിൽ ഭീഷണി പോലും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കൂടരഞ്ഞി. കാർഷിക മേഖലയാണ്. അവിടുത്തെ തെങ്ങ് കയറ്റ തൊഴിലാളിയായ പുരുഷോത്തമനാണ്. തനിക്ക് കിട്ടുന്ന കൂലി, അദ്ദേഹം അത് പറയുന്നുമുണ്ട്, 1200 രൂപയൊക്കെ ആയിരിക്കാം അല്ലേ, അത് സംഭാവന ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന്. പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുകയില്ല. എന്തായാലും അദ്ദേഹത്തോട് അടുത്തുള്ള ബാങ്കിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അക്കൗണ്ടുള്ള ബാങ്കാണ്, അവർ സഹായിച്ചോളും. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെടാം. ഒരു കാര്യം സർക്കാരിനോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടത്, നമുക്ക് എങ്ങനെയാണ് സർക്കാരിന് പണം കൈമാറേണ്ടത് എന്ന കാര്യം തീർത്തും താഴെ തലത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതാണ് ഈ പുരുഷോത്തമനെ പോലെയുള്ള സാധാരണ ആളുകളിലേക്ക് അത് ഇതുവരെ എത്താത്തതിന് കാരണം. നമ്മുടെ പ്രാദേശിക സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കൂടുതൽ ഇടപെടണം. നിങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി ഇക്കാര്യം ഓർമ്മപ്പെടുത്തണം. നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ജനങ്ങൾ പലരും തയ്യാറാണ്, പക്ഷേ അവർക്കതിൻ്റെ മാർഗം ഇപ്പോഴും അറിയില്ല എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രചരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതാണിപ്പോൾ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. ന്യൂസ് 8ന്റെ ഈ ക്യാമ്പയിൻ 1 Day for വയനാട് എന്നതിന് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികളുടെ മുന്നിലേക്ക് ഈ ആളുകളുടെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഇവർക്ക് സംഭാവന നൽകുവാൻ തയ്യാറായ കരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇവർ ഏത് സമയത്തും സന്നദ്ധരാണ്, ഏത് രീതിയിലും സഹായിക്കാൻ സന്നദ്ധരാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ കോളാണ്. നിങ്ങളത് ഇവരിൽ നിന്ന് പണം സമാഹരിക്കുക, അത് കൃത്യമായ കൈകളിൽ എത്തേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ളതാണ്. യെസ്.